എന്താണെന്നറിയോ? പൈനാപ്പിൾ ഫ്രൈ. നമ്മൾ നല്ല പൈനാപ്പിളൊക്കെ നല്ല കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളും സാധനങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് റെഡിയാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അന്യ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്, കിടില സാധനമാണ്. നമുക്ക് ചുമ്മാ വേണമെങ്കിൽ തിന്നാം, വേറെ എന്തെങ്കിലും കൂടെ കുഴപ്പമില്ല, അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതേ സമയം കളയാൻ വീഡിയോയിട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, മറ്റേ ലൈക്കും ഒക്കെ ചെയ്ത് മറ്റേ എന്താ ബെൽ ബട്ടണും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണണ്ടല്ലേ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. അപ്പോഴേ നമ്മളൊരു കൽച്ചട്ടിയാണ്, നമ്മൾ വീണ്ടും കൽച്ചട്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള മസാല നമുക്ക് ചേർത്തെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ശക്കലം പഞ്ചസാര മതി മതി, ഇത് തന്നെ കൂടുതലാണ്, ഇത്ര മതി. സാധനം ഒരു മധുരമുള്ള സാധനം തന്നെയല്ലേ. അതെ അതെ. അപ്പോൾ പിന്നെ അധികം അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ട വെച്ചാൽ നമ്മുടെ കാശ്മീരി ചില്ലി ഇല്ലേ, അതൊരു സ്വല്പം, ഒരു കളറിന് ചെറിയൊരു മതി. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി. നമുക്ക് എന്തിനും ആവശ്യമാണല്ലോ മഞ്ഞപ്പൊടിയാണ്. ഇനി വേറൊരു അത്യാവശ്യം ഒരു സാധനമുണ്ട്. ഇനി നമുക്ക് സ്വല്പം എരിക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി. അതെ, കുരുമുളക് പൊടി ഇച്ചിരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. പൊടി നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി സാധനം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഉപ്പ് മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പൈനാപ്പിൾ ഇല്ലേ, അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചടപടേ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അത് കണ്ടിട്ട് തന്നെ നല്ല കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും രസം. മുളക് ശരി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കി. നമ്മുടെ നാടൻ രീതിയിൽ മിക്സ് ചെയ്താലേ നമ്മുടെ ഒരു സംഭവം ശരിയാകത്തുള്ളൂ. നമുക്കൊന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും അതിന്റെ പൊടികളൊക്കെ എത്തണം. അപ്പൊ നമ്മുടെ പൈനാപ്പിളിലെ ആ വെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് അടിപൊളിയായിട്ട് കാണും. അപ്പൊ നമ്മുടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ, അതിന്റെ വായിന്നും വെള്ളം വരുന്നുണ്ട്. കണ്ടിട്ട് തന്നെ ഇങ്ങനെ വെള്ളം കഴിക്കാം. ഇങ്ങനെ കിട്ടും ഈ മറ്റേ സ്ട്രീറ്റ് ഫുഡായിട്ട്. അതെ, അങ്ങനെ വേണേലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടിപൊളി, കണ്ടിട്ടൊക്കെ രസമുണ്ടല്ലേ, കളറ് മഞ്ഞ സൈഡിൽ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് കോട്ടായി. ഇനി ഇതൊരു അവിടൊന്ന് എടുത്ത് വെച്ചേച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രൈ പാനോ ദോശക്കല്ലോ എന്താണോ അതങ്ങോട്ട് എടുത്ത് നമുക്ക് സ്റ്റവ് കത്തിച്ച് അങ്ങോട്ട് ചൂടാക്കി എടുക്കേണ്ട നല്ല അടിപൊളി സാധനം. അപ്പോഴേ നമ്മളിപ്പോൾ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ബട്ടർ തേച്ച് കൊടുക്കാവേ. ഇടണ്ടാകും ബട്ടർ, ജസ്റ്റ് ഒന്ന് ചൂടായ കല്ലിലോട്ട് അങ്ങോട്ട് തേക്കുമ്പോൾ തന്നെ അത് അവിടെ പരക്കും. അതിന് ശേഷം നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഷൂ എന്നുള്ള ശബ്ദം കേൾക്കുന്നത് നോക്കിയാണ്. ഷൂ എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മുടെ കല്ലിന് ഒരെണ്ണോടെ വെള്ളം നമുക്കൊരു 1 മിനിറ്റ് ഒരു സൈഡൊന്ന് വേവിച്ചിട്ട് തിരിച്ചിട്ടിട്ട് നമുക്കൊരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം അടിപൊളിയായി. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴേ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബട്ടറിൻ്റെ എല്ലാം കൂടെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇട്ടെടുത്ത് നല്ല അടിപൊളി. അതിക്കിട്ടതിൻ്റെ ഇച്ചിരി എന്നാലും അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇനി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴേ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ നമ്മൾ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബട്ടറിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. അടിപൊളി ചൂടാണ്.
പല്ല് പോട്ട് വായിച്ചെടുത്ത് ഞാനൊന്ന് നോക്കട്ടെ. ചൂട് സാധാരണ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു വ്യത്യസ്തമായ ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റ്. ആ ഉപ്പും മറ്റേ നമ്മൾ പഞ്ചസാര കിട്ടില്ലായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ ഞാനൊരു കഷ്ണം എടുത്ത് നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം പിന്നെ ഞാനും എടുക്കും. ആ പൈനാപ്പിളിന്റെ മധുരവും പുളിപ്പും എല്ലാം കൂടെ ഉണ്ടല്ലോ. അപ്പൊ നാളെ തന്നെ സംഭവം റെഡി ആക്കിയോ, കിടുക്ക സാധനം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ നല്ല കിടുക്ക സാധനം ധൈര്യമായിട്ട് ചെയ്തു, നമ്മൾ ഗ്യാരണ്ടി ആണ്. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്നും മറക്കല്ലേ, ബെല്ലൈക്കണും പിന്നെ ലൈക്കും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ 2 ദിവസം ഇപ്പോൾ വീഡിയോ മുടങ്ങിയായിരുന്നു, 2 ദിവസത്തെ ഗ്യാപ്പ് വന്നായിരുന്നു. നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി മുടങ്ങാതെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.